Hello guys, welcome back to my channel Chammy's vlog. ഇപ്പോൾ നമ്മളുള്ളത് അബുദാബി എയർപോർട്ടിലാണ്. നമ്മളൊരു ട്രിപ്പ് പോവാണ്. അടുത്തേക്ക് അസർബൈജാൻ ബാക്കുവിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെത് ഇത് ദുബായും കൂടി കൂട്ടിയിട്ട് 4ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. തായ്ലൻഡ്, ദുബായ്, അർമേനിയ, പിന്നെ ഇത് 4ാമത്തത് അസർബൈജാൻ. പിന്നെ നല്ലോണം എക്സൈറ്റഡ് ആണ്. 3ാമത്തെ ദുബായ്, കുവൈറ്റ്, റിന്യൂവലിന് പോയത്. വീഡിയോ എടുത്തിരുന്നത് മാധുവാണ്. ട്രിപ്പ് പോകുന്നത് ഞാനും മനുവേട്ടനും അമ്മും മാധും കൂടിയാണ്. ഞങ്ങളുടെ 2ാമത്തെ ഇന്റർനാഷണൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് പോകണമെന്നില്ല. അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അബുദാബി എയർപോർട്ടിലാണ്. നമുക്ക് 11 മണിക്കാണ് ഫ്ലൈറ്റ്. ശരിക്കും കുറച്ച് മുന്നെയാണ് ഉണ്ടാവേണ്ടത്. അത് ഡിലേ ആയിപ്പോയി. ഫ്ലൈറ്റ് 1 മണിക്കൂറാണ്, അങ്ങനെ എന്തോ ഡിലേ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്നലെ ഷാർജയിൽ നിന്ന് വന്നു. ഇന്നലെ ഷാർജയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എൻ്റെ കസിനുണ്ട്. കസിൻ്റെ അടുത്ത് പോയിട്ട് നിന്നു, ചേച്ചിയുടെ അടുത്ത് പോയിട്ട് നിന്നു. ആർന്ന് ഏട്ടൻ നല്ല ചൂടാണെങ്കിൽ അകത്ത് നല്ല തണുപ്പാണ്. ആർന്ന് നമ്മളേട്ടൻ ഇങ്ങ് കൊണ്ടുവിട്ടു. ഇനിയിപ്പോൾ എന്താ കുറച്ച് പൈക്കുന്നു, വിശക്കുന്നു. അവള് നേരത്തെ പറഞ്ഞു. പിന്നെ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അതിപ്പോൾ നമ്മല്ലാണ്ട് മനുവേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ മാധുണ്ട്, വീഡിയോ എടുക്കുന്ന മാധു. അതല്ലേ ഇത്ര നേരം പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾക്ക് അസർബൈജാനിലെ നല്ല നല്ല കാഴ്ചകളും ഞങ്ങളെ കുറേ അഭിപ്രായങ്ങളും എല്ലാം കാണിച്ചു തരുന്നതാണ്. എന്തല്ല ഇവള് ബ്ലോഗ് കൊളാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വഴിയെ ഞാൻ മനുവേട്ടനെ മാധുവിനെ എല്ലാവരും കാണിക്കുന്നതാണ് ഗൈസ്. അപ്പം അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിലുണ്ട് ഇപ്പോൾ. യെസ്. അയ്യോ, നമ്മൾ തേരാ പാര അലഞ്ഞ് നടക്കുന്നത് അത് വേണം. ഒന്ന് വാഷ്റൂം വാഷ്റൂം ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ 10:50 11 മണിക്ക് ഫ്ലൈറ്റ് എടുക്കും. എനിക്ക് ബേജാറന്നാ. ഞാൻ എന്നാ ഈ അപ്പുറത്ത് പോകും. എന്നാ നീ അപ്പുറത്ത് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടും. നമുക്ക് വിൻഡോ സീറ്റിലാണ് കേസ് ഞാൻ കയറിയിരുന്നത്. അതെന്റെ വിജയം. ഇനി നമുക്ക് അസർബൈജാൻ എത്തിയിട്ട് കാണാം. 2ാമത്തെ ട്രിപ്പാണ്. 4ാമത്തെ ഗൈസ്. 3 കുവൈറ്റ് എന്താ രാജ്യമല്ലേ? കുവൈറ്റ് എന്താ രാജ്യമല്ലേ? ഒരു ദിവസം ഫുള്ളാണ് കുവൈറ്റിൽ നിന്ന്. അല്ലല്ല, പുറത്തിറങ്ങി കണ്ടല്ല സ്ഥലം. അവിടെ ഒരു ദിവസം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. ഫോട്ടോക്ക് ക്യൂട്ടായി പോസ് ചെയ്യുന്ന അമ്മും ഫോട്ടോമാൻ ക്യൂട്ട്നെസ് ഓവർലോഡ്. ഗൈസ്, ക്യൂട്ട്നെസ് ഓവർലോഡ്. അത് ഓർത്തു അങ്ങനെ അമ്മു സീറ്റ് മാറി ഇരുന്നിട്ടുണ്ട്. നോക്കാം അമ്മോ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു കപ്പ് നൂഡിൽസ്, ഒരു ടെൻഡർ ചിക്കൻ വിത്ത് മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ ഒരു സ്പൈസി ചിക്കൻ സിംഗറ, അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. പക്ഷെ ഒരെണ്ണേ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ബാക്കി കിട്ടുമായിരിക്കും. അത് എന്നിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ. ഞങ്ങൾ കപ്പ് നൂഡിൽസ് ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് ഏതോ ഒരു പൊടി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വേറൊരാളെ കാണിച്ചിരുന്നു.
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ ടെൻഡർ ചിക്കനും മറ്റേ സ്പൈസി ചിക്കൻ സിംഗറോ അത് രണ്ടും കൊടുക്കൂല. എല്ലാവരും നല്ല ഉറക്കം. നമ്മൾ അസർബൈജാൻ എത്തി. പക്ഷെ നല്ല ലാൻഡിങ് ആയിരുന്നു. എല്ലാവരും ക്ലാപ്പെല്ലാം ചെയ്തു. നല്ല ലാൻഡിങ് ആയിരുന്നു. ഇപ്പൊ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ പിക്ക് ചെയ്യാൻ കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നത് അല്ലേ. വലിയ ചൂടൊന്നുമില്ല അല്ലേ. ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണ്. അതെ, ഇപ്പൊ 2-2:15 ആയിട്ടുണ്ടാവും. അത് കൊളാക്കാൻ വേണ്ടി ഇപ്പൊ എന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല ശരിക്കും നല്ല വെയിലുണ്ട് ഇപ്പൊ ശരിക്കും. പക്ഷെ ഭയങ്കര ചൂടൊന്നുമില്ല. നോർമലി കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നമുക്ക് ആ ചൂട് അറിയില്ല. അതെ, ആ വെയിൽ അറിയില്ല. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ ഈവനിങ് ആകുമ്പോൾ എന്തായാലും വെയിൽ കുറയും തോന്നും. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകും. ഒന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യണം, കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണം, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങും. ഫസ്റ്റ് ഡേ അസർബൈജാൻ. ഇപ്പം നമ്മൾ വണ്ടിയിലുണ്ട്. അയാൾ എന്തോ പാർക്കിംഗ് ഫീ എന്തോ അടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതന്നെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട അവിടെ പാർക്കിംഗ് ഫൈൻ ഇടാൻ പോയി, അതായത് പാർക്കിങ്ങിന്റെ ഇത് അടക്കാൻ പോയിട്ടുണ്ട്. ദുബായിൽ നിന്ന് വന്നോണ്ടാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാൽ പിന്നെ ഇതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ദുബായിൽ നിന്ന് വന്നോണ്ടാന്ന് തോന്നുന്നത്. അതെ, പെട്ടെന്ന് നടുവിൽ നിർത്തിയപ്പോ ഒരു പിന്നെ മനോട്ടൻ ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിലും ഇവിടെ ആയിരിക്കും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, കാരണം ബാക്കിലായതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ റോഡിൻ്റെ ഒന്നും. പിന്നെ ഹോട്ടലത്തിലുണ്ട് ഗ്ലാസ് അല്ലേ എന്താ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ ഹൈ പക്ഷെ ഇതിന്റെ ഉള്ളിൽ ലേശം ചൂടുണ്ട്. അത് വണ്ടി പാർക്ക് ചെയ്തോണ്ടാന്ന് തോന്നുന്നു. ശരി, ബൈ. ഓ, ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഡയമണ്ട് ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. പക്ഷേ റൂം റെഡിയായി. പക്ഷേ എന്തോ ഒരു 5 മിനിറ്റ് കൂടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മനോട്ടൻ ക്യാമറ എല്ലാം എടുത്തിട്ട് വന്നു ഫോട്ടോഷൂട്ട്. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ കണിക്ക് മാമി ഇല്ലാട്ട് അപ്പോൾ ഞാനത് പറയട്ടെ. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ കയറി ഡ്രസ്സെല്ലാം മാറണം, ഫോണെല്ലാം ചാർജ് ചെയ്യണം. എല്ലാവരും ഫോണും ചത്തു. എന്നെ കണ്ട ഹരിദ്വാർ പോകുന്ന ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി. ചെസ് നമ്പർ 1 സാരില്ല, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3. അങ്ങനെ ഞങ്ങളങ്ങനെ ഡ്രസ്സ് വന്നു, ഒന്ന് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, പിന്നെ എവിടെയെങ്കിലും പോകണം. ഹലോ ഗൈസ്, അങ്ങനെ ചമ്മയ്ക്ക് ഒരു കുട്ടിയായിരിക്കും. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഷവർമ, ഷവർമ അടിപൊളിയായിട്ടുണ്ട്. ചമ്മയ്ക്ക് കുട്ടിയായി. അതെ അതെ, നോയമോൾ നല്ല ഷവർമ കേട്ടോ. ഷവർമയും ഫ്രഞ്ച് ഫ്രൈസും നമ്മൾ ചില ചിക്കൻ ഷവർമ നല്ല ടേസ്റ്റ്.
അങ്ങനെ നമ്മൾ ഷവർമ കഴിച്ചിട്ട് നേരെ മിനി വെന്നീസും ഫ്ലെയിം ടവറും കാണാൻ പോയി. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത്. ടാക്സി നമുക്ക് അസർബൈജാനിൽ ബോൾട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൽ കയറിയിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, നോർമൽ റേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊന്ന് സമയം 6:30-7 മണിയാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കൊരു 3 മണി ഫീലായിരുന്നു. നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു, പകൽ തന്നെ ആയിരുന്നു. അസർബൈജാനിൽ നൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഒരു ഇരുട്ടാവാൻ വേണ്ടിയിട്ട് 9 മണിയെല്ലാം ആവുന്നുണ്ടായിന്. 9 മണി വരെ നമുക്ക് പകൽ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ നേരെ മിനി വെന്നീസും ഫ്ലെയിം ടവറിലേക്ക് പോയി. പിന്നെ ദുബായും അസർബൈജാനും തമ്മിൽ സമയത്തിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മിനി വെന്നീസിലേക്ക് ഫസ്റ്റ് പോയി. അപ്പോൾ ഇതാണ് മിനി വെന്നീസ്. ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ഒരു റിച്ച് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്യൂ നിന്നാൽ ഈ വെള്ളത്തിലൂടെ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റും. ഒരാൾക്ക് 4 മനത്തായിരുന്നു. പക്ഷെ നമ്മൾ പോയിട്ടില്ല, കാരണം നല്ലോണം ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ പോകാൻ നിന്നിട്ടാ. പിന്നെ ഇതാണ് ഫ്ലെയിം ടവർ. ഹോട്ടലാണ്. ഫ്ലെയിം ടവറാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറ് മറ്റേ ഫ്ലെയിമിൻ്റെ കളറാണ്. കുറച്ച് വരുന്നുണ്ട് താഴെ തങ്ങിയ കളറ് ഇതായിക്കൊണ്ട് വരുന്നു. കളർ മാറിക്കൊണ്ടുണ്ട്. കളറ് മാറുന്നുണ്ട്. ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എത്ര സമയം തോന്നുന്നുണ്ട്? 5. അതായത് പറഞ്ഞേ ഒരു 6:30 വീണു പയ്യെ തുടങ്ങി. അതെ, അല്ലെങ്കിൽ ഫോണിൽ ഇത്ര ക്ലാരിറ്റി കിട്ടും. പക്ഷെ ശരിക്കും സമയം ഇവിടെ നോക്കൂ, ക്ലിയർ ആവില്ല. 8:29 8:30 ആവാറായി. ഇപ്പോഴും ലൈറ്റ് ഉണ്ട്. സ്റ്റിൽ 7:30 ആദ്യം നമ്മൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഞാൻ മറ്റേ നെതർലാൻഡ്സിൽ ഇങ്ങനെ ടൈം മാറിയെന്നല്ല, അതെങ്ങനെയായിരിക്കും അങ്ങനെ സമാധാനം. ഇപ്പൊ മനസ്സിലായി. 12 മണിയായാലും ഇരുട്ടില്ല. രാവിലെ രാവിലെ ഇനിയിപ്പോ നമ്മൾ നേരെ റൂമിലേക്ക് പോയി ടയർഡ് ആയിരിക്കുകയാണെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ അത്രയൊന്നുമില്ല. ഞാൻ അത്രയൊന്നും ടയർഡൊന്നും കണ്ടിന്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? പക്ഷെ ഇല്ലേ, മുഖം ക്ഷീണം പെട്ടെന്ന് മനസ്സിലാവും. അതാണ് പ്രശ്നം. ഞങ്ങൾ ഇനിയിപ്പോ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്, ചൂടൊന്നുമില്ല. ഇനിയിപ്പോ ഞങ്ങൾ ലാസ്റ്റ് ദിവസം പറയാം ഈ ടൈം അസർബൈജാൻ ഓക്കെ ആണോ? ഇന്നിപ്പോ ഓക്കെ ആയിരുന്നു. നാളെ എങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മള് വെതറെല്ലാം നോക്കുമ്പോ ഇന്നാണ് കൂടുതൽ ഉള്ളത്, കാരണം 33 വരെ. പക്ഷെ ഇപ്പൊ ഇവിടെ 33 ഇല്ല, നമുക്കൊരു ചൂട് പോലും അറിയുന്നില്ല. നാളെ 18 to 26, 27 അങ്ങനെ എന്തേയുള്ളൂ. അപ്പൊ നാളെ ഇത്രയും ഉണ്ടാവില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര ഭംഗി. അതെ, ഭംഗിയാണ്, ഹാപ്പിയാണ്. ഇനിയിപ്പോ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മള് ഒരു ഇന്ത്യ റെസ്റ്റോറന്റിൽ പോകും. അവിടെ ഫുഡ് കഴിക്കും. ടാക്സി ഒന്ന് കഴിച്ച് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ആയിരുന്നു നമ്മൾ നേരെ ടാക്സി പിടിച്ചിട്ട് മഹാറാണി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, മനുവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ. അങ്ങോട്ടേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മനുവേട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെ കണ്ടതിൽ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ റൊട്ടി, പനീർ കറി ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. കൊള്ളത്തില്ലെന്നാ ഒരു മിനിറ്റ്. മനുവേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മഹാറാണി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ ചേച്ചീനെ കാണാൻ പോയത്. അങ്ങനെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു. വയറ് ഫുള്ളായി. നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചേച്ചിനെ കണ്ട് നല്ലോണം സംസാരിച്ച് നമ്മുടെ നാട്ടുകാർ നമ്മളെ വീട്ടിനടുത്താണ്. അധികം മലയാളീസിനല്ല, ഇന്ത്യക്കാരെ തന്നെ കണ്ടത് കുറവാണ് അല്ലേ? അതെ. മലയാളീസ് നമ്മൾ ഈ ഇത്രേ കണ്ടിട്ടുള്ളൂ, ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ വയറ് ഫുള്ളായി. ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. ഇനി പോകണം, കിടക്കണം, ഉറങ്ങണം. രാവിലെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് വെള്ളം വാങ്ങിക്കണം.
എൻ്റെ ഇത്രയും മനോഹരമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ക്യാമറയുടെ പുറകിൽ നിന്ന് കഠിന പ്രയത്നം നടത്തുന്ന മാധു നിങ്ങൾ ആരും കാണാൻ പോയിട്ട് ഗൈസ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു. വേണ്ട വേണ്ട അങ്ങനെ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇനിയിപ്പോൾ ഫ്രഷ് ആവുന്നു, കിടന്നുറങ്ങുന്നു. എല്ലാവരും നല്ലോണം ടയേർഡായി. പക്ഷെ ചൂടോ വെയിലോ കൊണ്ടിട്ടല്ല ടയേർഡായത്. പിന്നെ ഇന്നലെ നമ്മൾ വന്നില്ലേ, അതുകൊണ്ടാണ് ടയേർഡായത്. പിന്നെ അപ്പോൾ നല്ല ടയേർഡായി. അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കണം, കിടക്കണം. അമ്മ ഓൾറെഡി കുളിക്കുന്നുണ്ട്. എൻ്റെ തിന്നിട്ട് കഴിഞ്ഞു. ഞാൻ കുളിക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ മലയാളം ഇംഗ്ലീഷ് ചാനൽ എന്തെങ്കിലും വരുമെന്ന് നോക്കിക്കൊണ്ട് വെറൈറ്റി വരുമെന്നല്ല, ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ചാനൽ എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നത്. പക്ഷേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അസർബൈജാനിലെ ലാംഗ്വേജ് പഠിക്കാമെന്ന്. അല്ലാതെ അങ്ങനെ ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല, ഫ്രഷായി പോയി കിടക്കലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തേത് നമ്മൾ അബുദാബിയിൽ നിന്ന് അസർബൈജാൻ വരെയുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മളെ അസർബൈജാനിലെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ ഞങ്ങൾ വേറെ കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതെല്ലാം ഞാൻ സെക്കൻഡ് ഡേ, അതെ, അസർബൈജാൻ. അപ്പോൾ നാളെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ ഇട്ട് ഇടാം. അതെ അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thanks for watching. Bye bye.